അപ്പൊ ഞാൻ ചെക്കനെ കാണാൻ പോവാണ്. അജിത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കോളേജ് വെച്ചിട്ടാണ്. കോളേജ് ഞങ്ങള് സെയിം ക്ലാസ്സിലായിരുന്നു. ഒരു പാവം കൊച്ചു വന്ന് ആദ്യം വിചാരിച്ചു ഞാൻ ഭയങ്കര ജാടയാന്നാണ് വിചാരിച്ചത്. ആള് വന്ന് പെട്ടെന്ന് പരിപാടി തീർത്ത് പെട്ടെന്ന് പോവാന്നുള്ളൊരു രീതിക്ക് വന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഒരാൾ പോയി. അപ്പൊ ഞാൻ നോട്ട് ചെയ്തായിരുന്നു. പക്ഷെ നന്നായിട്ട് പരിചയപ്പെട്ടത് ലൈക്ക് അവന്റെ പേരും എവിടെയാണ് നാടൊക്കെ അറിഞ്ഞത് ഒരു ട്രെയിൻ യാത്രയിലായിരുന്നു. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കപ്പിൾ ഓഫ് ഫ്രണ്ട്സും ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോ ഞാൻ ചുമ്മാ അവളോട് ഇങ്ങനെ സംസാരിച്ചതിന്റെ ഇടയില് മനസ്സിലായി ആളൊരു പാവ. അന്ന് നന്നായിട്ട് കുറെ സംസാരിച്ചു. ആളെന്നെ കുറെ കളിയാക്കൊക്കെ ചെയ്തു. ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരാളോട് സംസാരിക്കുന്നത് അന്ന്. ഞങ്ങള് ഓൾമോസ്റ്റ് തൃശ്ശൂർ എത്തുന്നവരെ നോൺ സ്റ്റോപ്പ് സംസാരം തന്നെയായിരുന്നു. ആളന്ന് തൃശ്ശൂർ ഇറങ്ങിയപ്പോ ഒരു എന്തോ മിസ്സിംഗ് പോലെ തോന്നി. ഞാൻ ഇവിടെ ഉള്ളത് ചെക്കിനെ അറിയത്തില്ല. ഞാൻ റെഡിയാവുന്ന വീട്ടിൽ നിന്നാണ് വിചാരിച്ചത്. ആക്ച്വലി ഇതൊരു സർപ്രൈസ് ആയിരിക്കും. ഞാനിപ്പം എത്തിയ കാര്യം ഒന്നും അറിയത്തില്ല. വീട്ടിലെത്തിയ പിന്നെ എനിക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് വന്നു അവളുടെ ആയിരുന്നത്. സോ അവിടെ നിന്നൊരു വൈബ് കിട്ടി ആൻഡ് എവറിത്തിങ് വാസ് ലൈക്ക് ഓക്കെ ഷീസ് ഗ്രേറ്റ്. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ്, മമ്മി എന്ത് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പെൺകുട്ടിയൊക്കെ നല്ലതാണ്, എനിക്ക് ഇഷ്ടമായി, അവളുടെ സ്വഭാവമൊക്കെ നല്ലതാണ്. എൻ്റെ അടുത്ത് അവള് വന്ന് വർത്താനൊക്കെ പറഞ്ഞു. അവളുടെ ഫ്രണ്ട്സും കൂടിയിട്ട്. കോളേജിലത്തെ കുട്ടികളല്ലേ, അതങ്ങനെ നമ്മളത്ര കാര്യമായിട്ട് എടുത്തില്ല. മമ്മി പറഞ്ഞ നിന്റെ ഇഷ്ടല്ലേ, നീ എന്താ ചേച്ചി അങ്ങനെ ഒരു രീതിക്കായി. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ഇന്റർകാസ്റ്റ് ആണ്, ഞാൻ ഹിന്ദു, അവൻ ക്രിസ്ത്യൻ, നടക്കത്തില്ല, വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. സോ ഷീ സെഡ് നോ. പക്ഷേ ആഫ്റ്റർ 1 ഇയർ ഞാൻ സെക്കൻഡ് ഇയർ എത്തിയപ്പോ എന്തുകൊണ്ട് പ്രൊസീഡ് ചെയ്തുകൂടാന്ന് എനിക്ക് തോന്നി തുടങ്ങി. ലൈക്ക് കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടിരുന്നപ്പോ ഇത് തന്നെയായിരിക്കും ആള് എന്നുള്ളൊരു തോന്നല് വന്നു. അതായത് ഒരു മാച്ചിങ് ഉണ്ടായിരുന്നു ഞങ്ങള് തമ്മില് എവിടേക്കോ. അപ്പോ ഞാനും എന്നാ നമുക്കൊന്ന് നോക്കാം, അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാന്നുള്ള ഒരു ഇതിലെത്തി. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 2018 to 2024 എത്തി. That's how the relationship started and ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നു. അജിത് ഈസ് സോ സ്വീറ്റ് ആൻഡ് അവര് തമ്മിലുള്ള ആ ഒരു വൈബ് ശരിക്കും മാച്ച് ആവും. ഐ എം സോ ഹാപ്പി ദാറ്റ് ഷീ ഫൗണ്ട് ഹിം. എന്റെ പറ പറയുന്നത് ഞങ്ങളുടെ കല്യാണം നടക്കുക എന്നുള്ള ഒരു എനിക്കത് ചിന്തിക്കാനുള്ള ടൈം പോലും കിട്ടണില്ല സത്യം പറഞ്ഞാൽ. ഒരു കാര്യത്തിന് വേണ്ടി കുറെ ഇങ്ങനെ പരിശ്രമിച്ച് അവസാനം അതിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ. ആൻഡ് ഫൈനലി ഗെറ്റിംഗ് മാരീഡ് ടു ഹെർ ഈസ് ലൈക്ക് എന്താ പറയാ ഒരു വലിയൊരു ഡ്രീം കം ട്രൂ ആണ്. ആക്ച്വലി നാളെ നടക്കുകയാണ്. ഇനി ഒരു ഡ്രാമാസ് ഒന്നും ഇല്ല. നല്ല എക്സൈറ്റഡ് ആണ് ആക്ച്വലി. വി ആർ ഗെറ്റിംഗ് മാരീഡ്. എന്തൊരു ആ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് ഷീസ് റിയലി ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ് ഡ്രസ്. ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്താന്ന് ചോദിച്ചേർത്താണ് എൻ്റെ അടുക്ക കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അജിത്താന്ന് പറഞ്ഞു. ഈ അജിത്തിനെ എനിക്ക് അറിയാമായിരുന്നു. എൻ്റെ കോളേജിലെ മീറ്റിങ്ങിന് പോയത്ത് കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ 3 മക്കളും ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം 3 പേരും തുറന്നു പറയുന്നതായിരുന്നു. അതുകൊണ്ട് അവരുടെ മനസ്സിൽ വേറൊരു ഉദ്ദേശങ്ങളോ ഒരു മറച്ചു വെച്ചുള്ള ഒരു കാര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ആ സ്വാതന്ത്ര്യം അവർ ശരിയായി ഉപയോഗിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അശ്വിമ ഇതളോരം
എൻ്റെ ഹസ്ബൻഡും ആദിഷിൻ്റെയും വക ബെസ്റ്റ് വിഷസ് പറയണ മാരേജില്. ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വക ഹാപ്പി മാരേജ് ലൈഫ്. എനിക്ക് വേറെ അങ്ങനെ ഒരാളില്ല വിളിക്കാനും പറയാനാണെങ്കിലും. എനിക്ക് ഒരാള് അശ്വമേ ഭയങ്കര ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. So thank you to our family, our parents. അച്ഛൻ, അമ്മ, മമ്മി, ഡാഡി, ചേച്ചിമാർ, താങ്ക് യു ഓൾ. ലവ് യു. Thank you, love you. Bye.